പീഡാസഹനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആരംഭത്തിലെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വിഭൂതിയുടെ ദിവസം, നോമ്പ് ആരംഭിക്കുന്ന ദിവസം നമ്മൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഈ നോമ്പ് കാലം അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും എന്നെ നയിക്കുമാറാകട്ടെ എന്ന്. 3 വാക്കുകളാണ് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചത്. ഈ നോമ്പുകാലം അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും എന്നെ നയിക്കുമാറാകട്ടെ എന്ന്. 50 നോമ്പിലൂടെ തിരുസഭ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സഭാമാതാവ് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങളാണ്. 1, നമ്മൾ അനുതപിക്കണം. 2, നമ്മൾ മാനസാന്തരപ്പെടണം. 3, നമ്മുടെ ജീവിതത്തിൽ നവീകരണം സാധ്യമാകണം. ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അടുത്ത് നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമ്മൾ ആത്മപരിശോധന ചെയ്യണം. എന്തുമാത്രം അനുതാപത്തിലേക്ക്, എന്തുമാത്രം മാനസാന്തരത്തിലേക്ക്, എന്തുമാത്രം ജീവിത നവീകരണത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചുവെന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. ഒന്നാമത്തേത് അനുതാപമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട രൂപതയിലെ പോൾ മംഗലൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിക്കുകയുണ്ടായി. അച്ഛൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എതിരെ നിന്ന് ഒരു ലോറി വന്ന് അച്ഛനെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ വെച്ച് അച്ഛൻ മരിക്കുകയാണ്. ഈ ബസ്സിനെ ബൈക്കിലൂടെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ എതിരെ നിന്ന് ലോറിക്കാരൻ വന്ന് അച്ഛനെ ഇടിച്ച് തെറിപ്പിച്ച് അച്ഛൻ അപ്പുറത്ത് ചെന്നിങ്ങനെ വീണ് ചോരയിൽ കുളിച്ചിങ്ങനെ കിടക്കുക. ഈ അപകടം ഉണ്ടായതോടുകൂടി ലോറി ഡ്രൈവർക്കോ ആകെ ടെൻഷനായി. അദ്ദേഹം വണ്ടി നിർത്തി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്. അച്ഛനാണെങ്കിൽ ചോരയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്നു. അച്ഛൻ്റെ അവസാന മിനിറ്റുകളാണത്. ഈ ലോറി ഡ്രൈവർ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അച്ഛൻ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അച്ഛൻ ലോറി ഡ്രൈവറോട് പറഞ്ഞു എന്ന് പറയുന്നത്: സഹോദര, സോറി, എന്നോട് ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. സഹോദര, സോറി, എന്നോട് ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇത്രയും പറഞ്ഞ് അച്ഛൻ അവിടെ കിടന്ന് മരിക്കാനുണ്ടായത്. പ്രിയപ്പെട്ടവരെ, അനുതാപം എന്ന് പറയുന്നത് ഇതാണ്: ദൈവത്തോട്, സഹോദരങ്ങളോട് സോറി എന്ന് പറയാനുള്ള മനസ്സിൻ്റെ ഭാവമാണ് അനുതാപം എന്ന് പറയുന്നത്. ഈ അച്ഛൻ ആ ലോറി ഡ്രൈവറോട് പറഞ്ഞത്: സഹോദര, സോറി, ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, അനുതാപം എന്ന് പറയുന്നത് തമ്പുരാനിലേക്ക് നോക്കി എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണമെന്ന് എളിമയോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. അച്ഛൻ പിന്നീട് പറഞ്ഞത് എല്ലാം എൻ്റെ തെറ്റാണെന്ന്. തമ്പുരാന്റെ മുൻപിൽ നമുക്കും ഏറ്റുപറയാനുള്ളത് ഇത് തന്നെയാണ്: ഇത് എൻ്റെ തെറ്റാണ്, എൻ്റെ ബലഹീനതയാണ്, എൻ്റെ പാപമാണ്, എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ വിവേകമില്ലായ്മയാണ്. ദൈവമേ, എന്നോട് പൊറുക്കണേ,
എന്നോട് ക്ഷമിക്കണേ, എന്നോട് കരുണയാകണേ എന്ന് ഏറ്റുപറയുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഓർത്ത്, പോരായ്മകളെ ഓർത്ത്, ബലഹീനതകളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത്, ദൈവമേ എല്ലാം എൻ്റെ തെറ്റാ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറയാൻ ഒന്നാമതായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറയുന്നത് തെറ്റിനെ ഓർത്ത് അനുതപിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്ന് അകലാനുള്ള മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ്. അപ്പൊ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് അകലാനായിട്ടുള്ള മനസ്സിൻ്റെ തീരുമാനമാണ്, പ്രതിജ്ഞയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി 11:45 നേരത്ത് ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുടിച്ച് ഫുൾ ഫിറ്റായിട്ട് എന്നെ കാണാൻ വന്നു. ഈ പാതിരാത്രി ഫുൾ ഫിറ്റായിട്ട് വന്നിട്ടുള്ളവനോട് എന്ത് ഉപദേശം കൊടുക്കുക, എന്ത് കൗൺസിലിംഗ് കൊടുക്കുക? ഞാൻ അവനെയും കൂട്ടി എൻ്റെ മുറിയിലേക്ക് പോയി. അവൻ എൻ്റെ മുന്നിലിരുത്തിയിട്ട് പറഞ്ഞു, നീ ഫുൾ ഫിറ്റാ, എന്തു പറഞ്ഞാലും നിനക്ക് കയറാൻ പോകുന്നില്ല, അതുകൊണ്ട് വലിയ ഉപദേശത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വചനം എടുക്കാമെന്നും പറഞ്ഞ് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു. എനിക്ക് കിട്ടിയ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിലെ തിരുവചനമാണ്. വചനം ഇപ്രകാരമായിരുന്നു: മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. ഇപ്പൊ വേറെ വ്യാഖ്യാനം വിശുദ്ധീകരണം ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് ഇതേ വചനം ഇതേപടി ഞാൻ ഇവനോട് ചോദിക്കുക, മോനെ ഷാജി, നീ പാപം ചെയ്തിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഊവച്ച. നീ ഏതൊക്കെ പാപം ചെയ്തിരിക്കണേ? അവൻ പറഞ്ഞു, എല്ലാ പാപം ചെയ്തിട്ടുണ്ട്. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കാൽക്കൽ വീണ് എൻ്റെ 2 കാലും ഇങ്ങനെ പിടിച്ച് ഇവൻ അങ്ങോട്ട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ചോദിച്ചതിന് നീ എന്തിനെങ്ങനെ സങ്കടപ്പെട്ട് കരയണേ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് രാത്രി കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. മരിക്കുന്നതിന് മുമ്പുള്ള മരണക്കുറിപ്പ് എഴുതി തയ്യാറാക്കി വെച്ച് വാങ്ങിക്കൊണ്ടുവന്ന കയറുകൊണ്ട് കുരുക്കുണ്ടാക്കി ഈ കുരുക്കിൻ്റെ ഉള്ളിലോട്ട് കഴുത്തിങ്ങനെ വെക്കാൻ നേരത്ത് അവൻ്റെ മനസ്സിൽ തോന്നി, അവൻ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരനെ അവസാനമായിട്ടൊന്ന് പോയി കാണാം. കൂട്ടുകാരനെ അവസാനമായി കണ്ടതിന് ശേഷം വന്ന് തൂങ്ങി മരിക്കാന്ന് വിചാരിച്ച് കുറിപ്പ് എഴുതി വെച്ചു, കുരുക്ക് റെഡിയാക്കി വെച്ച് വിയ്യൂരുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരനോട് ചെന്ന് ഈ വക വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. ശിവന്റെ ടെൻഷനും വെപ്പാളം കണ്ടപ്പോ കൂട്ടുകാരന് മനസ്സിലായി, ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്, ഇവൻ എന്തോ പ്രശ്നമുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞു, പോകുന്ന വഴിക്ക് ബിജു അച്ഛനെ കണ്ടിട്ട് പോക്കോ. അച്ഛൻ്റെ അടുത്ത് ഏത് പാതിരാത്രി എത്ര കുടിച്ചിട്ട് ചെന്നാലും അച്ഛൻ അങ്ങനെ വഴക്ക് പറയുന്ന ആളല്ലെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഈ പാതിരാത്രി ഫുൾ ഫിറ്റായിട്ട് ഇവൻ്റെ അടുത്ത് കയറി വന്നിരിക്കണേ. ഞാൻ അവനോട് ചോദിച്ചു, നീ ഏതൊക്കെ പാപ ചെയ്തിരിക്കണേ? അവൻ പറഞ്ഞു, എല്ലാ പാപവും ചെയ്തച്ചാ. അങ്ങനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാകുക? 1-ാം പ്രമാണം തെറ്റിച്ചോ? ഊവച്ച. 2-ാം പ്രമാണം തെറ്റിച്ചോ? ഊവച്ച. 3-ാം പ്രമാണം തെറ്റിച്ചോ? ഊവച്ച. 4-ാം പ്രമാണം തെറ്റിച്ചോ? ഊവച്ച. 5, 6, 7, 8, 9, 10 പ്രമാണം തെറ്റിച്ചോ? അവൻ പറഞ്ഞു, എല്ലാ പ്രമാണവും തെറ്റിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. ഇത്രയും പറഞ്ഞപ്പോ ഇവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്
എന്നിങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് എൻ്റെ തോളിൽ കിടന്ന് ഇവനിങ്ങനെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. ഈ തേങ്ങി തേങ്ങി കരയുന്ന കൂട്ടത്തില് ഇവൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാ: അച്ഛാ, അരുത് എന്ന് പറയാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരാള് മോനെ ഷാജി അരുത്, പാപം ചെയ്യരുത് എന്ന് പറയണേ. ചോദിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, 7ാം ക്ലാസ് തുടങ്ങി അപ്പൻ്റെ കൂടെ ഇരുന്ന് അപ്പൻ ഒഴിച്ചു കൊടുത്ത് ഇത്തിരീശ് മദ്യപിക്കാൻ തുടങ്ങി. കുടിയനായി, മദ്യത്തിന്, മയക്കുമരുന്നിന്, കഞ്ചാവിനൊക്കെ അഡിക്റ്റഡായി വീട് വിട്ടിറങ്ങി അവസാനം തൂങ്ങി മരിക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുക. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞ് ഓട്ടോറിക്ഷയ്ക്കുള്ള 350 രൂപയും കൊടുത്ത് ഞാൻ അയച്ചേ. പക്ഷെ ദൈവം ഇടപെട്ടു. പിറ്റേ ദിവസം രാവിലെ അവൻ വന്നു. 50 മിനിറ്റോളം സമയമെടുത്ത് കൗൺസിലിങ്ങോട് കൂടി അവനെ കുമ്പസാരിപ്പിച്ചു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു, പാപമോചനം കൊടുത്തു. അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഐശ്വര്യം നൽകുന്ന കർത്താവ് എന്നുള്ള ഭാഗമാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഈ ദുശ്ശീലങ്ങളും തഴക്കദോഷങ്ങളും പാപങ്ങളും നീ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ തമ്പുരാൻ നിനക്ക് ഐശ്വര്യം തരുമെന്ന് വചനം ഉറപ്പ് തരുന്നു. അവൻ എനിക്ക് ഉറപ്പ് തന്നു. ഇന്ന് ഈ മകൻ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി വിവാഹം ചെയ്ത് കുടുംബമായി കുഞ്ഞായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്. ചെയ്തുപോയ, കഴിഞ്ഞുപോയ, ആവർത്തിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്ന് മനസ്സിനെ അകറ്റി ഒരു പുതിയ ജീവിതം നയിക്കാൻ, അഭിഷേകത്തോടെ ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മനസ്സുകൾക്ക് അന്തരമുണ്ടാകണം. വിശുദ്ധിക്കിണങ്ങാത്തത്, വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ് മാനസാന്തരം. തിരുസഭാ മാതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം മാനസാന്തരമാണ്, മനസ്സിൻ്റെ അന്തരമാണ്. മൂന്നാമത് നമ്മൾ അന്ന് പ്രാർത്ഥിച്ചത് ജീവിത നവീകരണത്തിലേക്ക് എന്നെ നയിക്കണമെന്നുള്ളതാണ്. നവീകരണം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ഞാൻ ലൂർദ് പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോൾ മിഷൻ ആശുപത്രിയിലുള്ള പ്രായമായിട്ടുള്ള അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ കുമ്പസാരിക്കാറ്. അന്ന് പോൾ പുതുശ്ശേരി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനിപ്പോൾ മരിച്ചുപോയി. ഈ അച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിക്കാറ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്ന് കുമ്പസാരം കഴിഞ്ഞ് ഉപദേശം തന്നപ്പോൾ അച്ഛൻ എനിക്ക് തന്നൊരു ഉപദേശം എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് ഞാൻ ഓർക്കാറുണ്ട്. അച്ഛൻ എനിക്ക് തന്ന ഉപദേശം ഇതായിരുന്നു: അച്ഛാ, ഓരോ ദിവസവും അച്ഛൻ ആത്മപരിശോധന നടത്തണം. ഉറങ്ങുന്നതിന് മുൻപ് അച്ഛൻ്റെ ജീവിതത്തെ പരിശോധിക്കണം. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാ? ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എൻ്റെ ഈശോയിലേക്ക് അടുക്കാൻ, പൗരോഹിത്യ ദൈവവിളിയിൽ വളരാൻ എന്തുമാത്രം അച്ഛന് സാധിച്ചുവെന്ന്. തിരിച്ചു അച്ഛൻ ആത്മപരിശോധന ചെയ്യണം. ഇന്നലത്തേതിന് വ്യത്യസ്തമായി ഇന്ന് ഈശോയിൽ നിന്ന് അകലാൻ, ദൈവവിളിയിൽ തീക്ഷ്ണത കുറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അച്ഛൻ ആത്മപരിശോധന ചെയ്യണം. 2 കാര്യങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ പരിശോധിക്കണം എന്നാ പറഞ്ഞ്. ഇന്നലത്തേതിന് വ്യത്യസ്തമായി ഇന്ന് എൻ്റെ ഈശോയിലേക്ക് എടുക്കാൻ, പൗരോഹിത്യ ദൈവവിളിയിൽ വളരാൻ എന്തുമാത്രം എനിക്ക് സാധിച്ചു. തിരിച്ചും ചിന്തിക്കണം.
ഇന്നലത്തേന്ന് വ്യത്യസ്തമായി ഇന്ന് എൻ്റെ ഈശോയിൽ നകലാൻ, പൗരോഹിത്യ ദൈവവിളിയിൽ തീക്ഷ്ണത കുറഞ്ഞു പോകാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ എന്ന് അച്ഛൻ ഉറങ്ങുന്നതിന് മുൻപ് ആത്മപരിശോധന ചെയ്യണം. എന്നിട്ട് കുറവുകളും കാരണങ്ങളും കണ്ടെത്തി തിരുത്തി പിറ്റേ ദിവസം പ്രഭാതം കൂടുതൽ അഭിഷേകത്തോടെ, കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ ആരംഭിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരിച്ചൻ പറഞ്ഞ ഉപദേശം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നവീകരണം എന്ന് പറയുന്നത് ഇതാണ്. ഓരോ ദിവസവും നമ്മിൽ മാറ്റം ഉണ്ടാകണം. ഇന്നലത്തേന്ന് വ്യത്യസ്തമായി നാളെ ഓരോ പ്രഭാതവും കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ അഭിഷേകത്തോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ തമ്പുരാന് വേണ്ടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് അത് നവീകരണമായി തീരുന്നത്. ഓരോ ദിവസവും ഓരോ പ്രഭാതവും ജീവിത നവീകരണം നമ്മിൽ സംഭവിക്കണമെന്ന് സഭാമാതാവ് നമ്മളോട് ആവശ്യപ്പെടും. അതാണ് നോമ്പ് കാലത്തിൻ്റെ വിഭൂതിയുടെ അന്ന് കരിക്കുറി വരച്ച് നമ്മൾ പ്രാർത്ഥിച്ചത്. ദൈവമേ, ഈ നോമ്പ് കാലം അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് എന്നെ നയിക്കാൻ സഹായിക്കണേ എന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. നോമ്പെടുത്ത് ഉപവാസം അനുഷ്ഠിച്ച് ത്യാഗം ചെയ്ത് പുണ്യപ്രവൃത്തികളുടെയൊക്കെ നമ്മൾ മുന്നേറി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും സംഭവിക്കട്ടെ. 1, അനുദപിക്കുക. 2, മാനസാന്തരപ്പെടുക. 3, ജീവിതത്തിൽ നവീകരണം സാധ്യമാക്കുക. അങ്ങനെ അഭിഷേകമുള്ള മക്കളായി ഈശോയ്ക്ക് ഇഷ്ടമുള്ള വിശുദ്ധിക്കിണങ്ങുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.